എക്സാം കാപ്സ്യൂൾ. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിലെ വളരെയധികം പ്രാധാന്യമുള്ള ആനുകാലിക സംഭവങ്ങൾ എന്ന വിഭാഗത്തിലെ ചോദ്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന് വിവരിക്കുന്നു പറയഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കരിയർ വിദഗ്ധനുമായ ഫിറോസ് പെരിങ്ങളം. നമ്മൾ ആദ്യം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജനറൽ പേപ്പറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ആനുകാലിക സംഭവങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ തന്നെ ഒത്തിരി മൊഡ്യൂളുകൾ വേറെയുണ്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട്. കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഭാഗങ്ങളാണ് മൊഡ്യൂൾ 1 ടെക്നോളജി, ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ് ആൻഡ് ഡിസ്കവറീസ്. അതുപോലെ മൊഡ്യൂൾ 2 എൻവിറോൺമെന്റൽ ഇഷ്യൂസ് ആണ് വരുന്നത്. മൊഡ്യൂൾ 3 UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മൊഡ്യൂൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് സ്കോളർഷിപ്പ് ആൻഡ് ന്യൂ ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്സ്, റീസെന്റ് ലെജിസ്ലേഷൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. And Module 6 Events, Persons, Awards. Module 7 Sports and Games. Module 8 Cultural, Films, Literature, Music and Performing Arts. ഇപ്പം ഇങ്ങനെ വരുന്ന 8 ഭാഗങ്ങളായിട്ട് ഈ കറണ്ട് അഫയേഴ്സിനെ വീണ്ടും വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 12 മുതൽ 17 വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ജനറൽ പാർട്ടിൽ നിന്ന് പൊതുവെ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യനെ പരിചയപ്പെടാം. ദ ഡേ ഡിക്ലെയർഡ് ആസ് വേൾഡ് ഫുട്ബോൾ ഡേ ബൈ യുണൈറ്റഡ് നേഷൻ റീസെൻ്റ്ലി. ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ 7th ഏപ്രിൽ, അതുപോലെ തന്നെ 25th മെയ്, 6th ജൂൺ, 11th നവംബർ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ പൊതുവെ ഡേ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ജാനുവരി മുതൽ ഡിസംബർ വരെ ഇഷ്ടം പോലെ നാഷണൽ ലെവലായിട്ടുള്ളതും ഇൻ്റർനാഷണൽ ലെവലായിട്ടുള്ളതും ലോക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഡേയ്സ് ഉണ്ട്. ലാസ്റ്റ് ഒരു 13 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും ഒരു ഡേ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ദ ഫാർമർ ഫ്രം കേരള ഹോണേഡ് വിത്ത് പത്മശ്രീ 2024 ഫോർ പ്രിസർവിംഗ് ഓവർ 650 ട്രഡീഷണൽ റൈസ് വെറൈറ്റീസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നാരായണൻ EP, സത്യനാരായണ ബെല്ലാരി, ചെറുവയൽ രാമൻ, SRD പ്രസാദ്, ഇങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻസ് പോകുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഡേ ടു ഡേ നടക്കുന്ന പത്രം കൃത്യമായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭാഗം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ വരുന്ന ഒരു വാർത്ത ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി സഞ്ജീവ് ഖന്ന ചുമതലയേറ്റു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതങ്ങനെയാണ് വായിക്കുക. പക്ഷേ വരികൾക്കിടയിലൂടെ വായിച്ചാൽ മാത്രമേ ഇത്തരം പരീക്ഷകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണപരമായിട്ട് ഈ ചോദ്യം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി സഞ്ജീവ് ഖന്ന ചുമതലയേറ്റു. ഓക്കെ, റെഡി, ചോദ്യം ഓക്കെ. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, എത്രാമത്തെ എന്ന്. അപ്പോൾ ഓപ്ഷൻ ഉണ്ടാവും 51, 52, 53, 54. ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി സഞ്ജീവ് ഖന്ന ചുമതലയേറ്റു. അദ്ദേഹം 51ാമത്തെ ചീഫ് ജസ്റ്റിസായിട്ടാണ് ചുമതലയേറ്റത്. അങ്ങനെ കൃത്യമായിട്ട് വായിച്ചാൽ മാത്രമേ ആ ഉത്തരങ്ങളൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ദ മെഗാ എയർ എക്സസൈസ് ഇന്ത്യൻ എയർഫോഴ്സ് വിൽ ഹോസ്റ്റ് ഇൻ ഓഗസ്റ്റ് 2024 എക്സെപ്റ്റ് ടു ബീയിങ് ടുഗദർ ഗ്ലോബൽ എയർഫോഴ്സസ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തരൺ ശക്തി, ഗഗൻ ശക്തി, വായു ശക്തി, ഇന്ദ്രധനുഷ് എന്നൊക്കെ ആയിരുന്നു അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഉത്തരം തരംഗ് ശക്തി എന്ന് പറയുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുൻവർഷ ചോദ്യപേപ്പറുകൾ ഏതെടുത്താലും ഇത്തരത്തിലുള്ള ഒരു മിലിറ്ററി എക്സസൈസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. 2024 സെപ്റ്റംബർ മാസം രാജസ്ഥാനിൽ വെച്ച് ഇന്ത്യയും അമേരിക്കയും നടത്തിയ ഒരു സൈനിക അഭ്യാസമായിരുന്നു യുദ്ധ അഭ്യാസം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി എക്സസൈസ് എന്ന് പറയുന്നതും നിങ്ങൾ പത്രങ്ങൾ വായിക്കുമ്പോൾ എഴുതി വെച്ചാൽ അത്രയും നല്ലത്. അങ്ങനെ രേഖപ്പെടുത്തി വെക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, എഴുതുന്നു, വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഫാക്ട് ഈസ് ഓക്കെ എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ CA വിഭാഗത്തിലെ ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് വിവരിച്ചത് ഫിറോസ് പെരിങ്ങളം. ഈ വിഭാഗത്തിലെ കൂടുതൽ മുൻകാല ചോദ്യോത്തരങ്ങൾ അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.